സർക്കാർ കഴിഞ്ഞ ദിവസമാണ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നമ്മൾ ലെറ്ററുകളും അതുപോലെ തന്നെ പരാതികളും കാര്യങ്ങളും കൊടുക്കുന്ന സമയങ്ങളിൽ ബഹുമാനപ്പെട്ടാന്ന് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞായിരുന്നു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഒരിക്കലും അനുവദിക്കുന്ന കാര്യമല്ല. നമ്മൾ സാധാരണ ജനങ്ങൾ ആർട്ടിക്കിൾ 18 പറയുന്നുണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് എന്താണ് ഒരു അവകാശം, നമുക്ക് ആരെ ബഹുമാനിക്കണം എന്നും അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരെ മനുഷ്യാവകാശ കമ്മീഷനായിട്ട് നമ്മൾ പരാതി കാര്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവരെ നിരന്തരമായി അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ള എന്തെല്ലാം അതിന്റെ നടപടികൾ സ്വീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ട്. ഇതിലൂടെ വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സർക്കാർ ലക്ഷ്യം വെക്കുന്ന എന്താ, സർക്കാർ മാത്രമല്ല ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്ന മുഖ്യമന്ത്രി, മന്ത്രിമാരൊക്കെ നമ്മളെ പറഞ്ഞ് കയറിക്കോട്ടെ അവര് കട്ട് ചെയ്യൂലേ ഒക്കെ. അപ്പൊ ഇതിലൂടെ അവരെ ലക്ഷ്യം വെക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഓരോരുത്തർക്ക് എനിക്ക് റെസ്പെക്ട് കിട്ടണം, എനിക്കൊരു ബഹുമാനം കിട്ടണം എന്നുള്ളത് നമ്മൾ സ്വന്തം വിചാരിച്ച പോരാ. നമുക്ക് മറ്റുള്ള ആളുകൾക്ക് അവരെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു ഇത് വരികയാണെങ്കിൽ മാത്രമാണ് അവർ റെസ്പെക്ട് ചെയ്യുക. അപ്പൊ ഒരിക്കലും ഒരാളെടുത്തും ചോദിച്ചു വാങ്ങുന്ന സംഭവം അല്ലെ റെസ്പെക്ട് എന്നുള്ളത്, ഒരു ബഹുമാനം എന്നുള്ളത്. അപ്പൊ അതിന്റെ സൂചകമായി തന്നെയാണ് സർക്കാർ ഇങ്ങനെ ഒരു ബഹുമാനപ്പെട്ട എന്നുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആവശ്യപ്പെടാനുള്ളത് എന്താ, ആർക്ക് ബഹുമാനപ്പെട്ടാന്ന് പറയാൻ താല്പര്യമുള്ള ആളുകൾ ബഹുമാനപ്പെട്ടാന്ന് ഉൾപ്പെടുത്തിക്കോട്ടെ, അല്ലാത്ത ആളുകൾക്ക് ഇത് നിർബന്ധിതമായി സർക്കാർ ഇത് നടപ്പിലാക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു പരാതിയുമായി സർക്കാർ ഈ ഒരു ഉത്തരവിനെതിരെ പരാതി കൊടുത്തത്. മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇത് എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കാൻ കാര്യങ്ങളൊക്കെ തുടർച്ചയായുള്ള പോരാട്ടങ്ങൾ നമ്മൾ നടത്തുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്ന സംഭവം രാജഭരണമാണ്. രാജഭരണത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ രാജഭരണ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു, രാജാവ് ഭരിക്കുക, അതിനകത്തായ പടന്മാരായാലും ബാക്കിൽ നിന്നൊരു കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ സർക്കാർ എന്താ രാജഭരണ രൂപത്തിലുള്ള സംവിധാനമാണ് ഈ കേരളത്തിലൂടെ നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് നമ്മളെ കേരളം എന്ന് പറഞ്ഞാൽ സൗഹൃദത്തിന്റെയും എല്ലാത്തിന്റെയും നാടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഓരോ വിഷയങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങളും ഇതിനൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ സമയങ്ങൾ നഷ്ടപ്പെടുത്താണ്. മറ്റു കുറെ സാധാരണക്കാർക്ക് അനുയോജ്യമായ പല പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിലൊക്കെ സർക്കാർ ഇടപെടണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുകൂടാതെ നമ്മൾ AI ക്യാമറ വിഷയങ്ങൾ വന്ന സമയത്താണെങ്കിലും മറ്റു വിഷയങ്ങളൊക്കെ ആകുന്ന സമയത്ത് ഈ മന്ത്രിമാരും അതുപോലെ തന്നെ അവരൊക്കെ എന്താ, നമ്മൾ സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്ത് അവരെ നിയമസഭയിലും ലോകസഭയിലേക്കും പറഞ്ഞേക്കുന്ന ആളുകളാണ്. എന്നിട്ട് ആ സാധാരണ ജനങ്ങളോടാണ് അവർ പറയുന്നത്, ഞങ്ങളെ ബഹുമാനിക്കണം, ഞങ്ങൾ ആദരിക്കണം, അതുപോലെ തന്നെ ഞങ്ങളെ ബഹുമാനപ്പെട്ട ചേർക്കണം എന്നൊക്കെ പറയും. അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പൊ കൃത്യമായ രീതിയിൽ നടപടികൾ സ്വീകരിക്കണം എന്നാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. എന്തെല്ലാം ഇപ്പൊ കേസ് എടുത്തിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ തുടർച്ചയായി ഉണ്ടാവും എന്നാണ് അറിയിക്കാനുള്ളത്.